പുതുതായിട്ട് കമ്പനി നമ്മൾ ഫോർമേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മളിപ്പോൾ ചൂസ് ചെയ്യുന്നത് പുതിയ ആക്ടിവിറ്റി കോഡുകളാണ്. അപ്പോൾ ഈ പഴയ തുറന്നിട്ടുള്ള കുറേ CR ആണ്, ഈ ആക്ടിവിറ്റി ചേഞ്ച് ആവുന്നതിന് മുമ്പ് നേരത്തെ വന്ന ആക്ടിവിറ്റി ഉള്ള CRകൾ അങ്ങനെ തന്നെ നിലനിർത്തിയാൽ മതിയോ, അതോ അതിലെന്തെങ്കിലും അപ്ഡേഷനും കാര്യങ്ങളും വരുത്തേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അത് ചെയ്തിരിക്കുന്നത് ഓരോ കമ്പനിക്കും ഏറ്റവും നല്ലതാണ്. നമ്മളെ കമ്പനി അടക്കം അത് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അത് ഇപ്പോൾ റിന്യൂവലുകളൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ റിന്യൂവൽ അല്ലാത്ത മറ്റ് മോഡിഫിക്കേഷൻ വർക്കുകൾ, സെയിൽ ഡീഡ് പോലത്തെ ആക്ടിവിറ്റി ചേഞ്ചിങ് അല്ലെങ്കിൽ ആക്ടിവിറ്റി റിന്യൂവൽ, ആക്ടിവിറ്റി ആഡിങ് അല്ലെങ്കിൽ ചില വർക്കുകൾക്ക് വേണ്ടി പോകുന്ന സമയത്താണ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഇത് ആവശ്യം വരുന്നത്. എസ്പെഷ്യലി 100% കമ്പനികളിൽ അത് വന്നു തുടങ്ങി, തീർച്ചയായിട്ടും വന്നു തുടങ്ങി അല്ലേ? സെയിൽ ഡീഡ് പോലത്തെ വർക്കുകൾ നിർബന്ധമായിട്ട് വന്നു തുടങ്ങി. അതിൻ്റെ പുറമെ മെയിനായിട്ട് ഇപ്പം പല ഹൈ എൻഡ് കമ്പനികളൊക്കെ ഫേസ് ചെയ്യുന്നതാണ്. അവരൊക്കെ അശ്വതാരനും പല ഗവൺമെൻറ് ഏജൻസികൾക്കുള്ള ടെൻഡറുകൾ സബ്മിറ്റ് ചെയ്യും. അപ്പം ഓൾറെഡി സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ പഴയ കോഡുകളില്ല, പുതിയ കോഡുകളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഓൾറെഡി ടെൻഡർ കിട്ടിയ കമ്പനികൾക്ക് ഉള്ള ടെൻഡർ പുതുക്കാനുണ്ട്. അവിടൊക്കെ കോഡുകൾ ഓൾറെഡി മാറിയിട്ടുണ്ട്. അപ്പം ഇനി ഇപ്പോൾ ടെൻഡറിൻ്റെ ഏരിയകളിലൊക്കെ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇനി അടുത്തത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളത് അൽനദീബിലായിരിക്കും. കസ്റ്റംസിലും കൂടി മാറിക്കഴിഞ്ഞാൽ ഈ ട്രേഡിംഗ് കമ്പനികൾക്കൊക്കെ എന്താവും, വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ തന്നെ ചെയ്തു വെച്ചാൽ ഹാസൽ ഫ്രീ ആയിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും എന്താക്കാം, ക്ലിയർ ചെയ്ത് കാര്യങ്ങളൊക്കെ. അപ്പോൾ 100% എന്ന രീതിയിൽ എന്ത് ചെയ്യണ്ട, ഒരു മേഖല ഒതുങ്ങണ്ടെന്ന് തന്നെ നമ്മുടെ അഭിപ്രായം. ഇത് എല്ലാ കമ്പനികളും ഇപ്പോൾ നിലവിൽ 51-49 അല്ല, ഈ 100% ഖത്തറി ഓണർഷിപ്പുള്ള കമ്പനികളൊക്കെ നിലവിലുള്ള ആക്ടിവിറ്റി കോഡുകൾ മാറ്റി വെക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. എന്നാൽ പിന്നീട് ഒരു ബുദ്ധിമുട്ട് എന്ത് ചെയ്യേണ്ടി വരില്ല, നേരിടേണ്ടി വരും.